ഓണമൊക്കെയാണ്. ഓണം മൂഡ് ഇടയില് സാഹസത്തിന്റെ പ്രൊമോഷൻ. ശബരിചേട്ടൻ ഇപ്പൊ ഞാനൊരു 2 ആഴ്ച ആയിട്ടുണ്ടാവോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ 2 ആഴ്ച? അവിടുന്ന് തുടങ്ങിയതാ പ്രൊമോഷൻ, തീർന്നിട്ടില്ല. വാസന്തിയുടെ പ്രൊമോഷൻ സ്പെഷ്യൽ അല്ലേ, അത് പറ. വാസന്തിയുടെ പ്രൊമോഷൻ സ്പെഷ്യൽ അല്ല. പിന്നെ ഇന്നത്തെ ദിവസം തന്നെ കറക്റ്റ് ആയിട്ട് പ്രൊമോഷൻസ്. എന്തോരം തിരക്കുകളുടെ ഇടയിൽ ബർത്ത്ഡേക്ക് സത്യം പറഞ്ഞ എന്തോരം പരിപാടികൾ ഉണ്ടാവും, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ടാകുമോ ഇല്ലെന്ന് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് വാസന്തിയിൽ സംഭവിച്ചിട്ടിരുന്നത്. ഞാനൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ മറന്നു കേട്ടോ, വാസന്തി ചെയ്തു അങ്ങനെ ഒരു സിനിമ, അതൊക്കെ മറന്നു. അതായത് ആലോചിക്കുക, 2017 ഷൂട്ട് ചെയ്ത പടം 2019 സെൻസർ ചെയ്തു, 2020 അതിന്റെ അവാർഡ് കിട്ടി. ഇപ്പൊ എത്രയാ 2025 നമ്മളിപ്പോ പ്രൊമോട്ട് ചെയ്യുന്നു വരുന്നു. അപ്പൊ ഞാൻ പറയായിരുന്നു ഇതിന്റെ പുറകിലുള്ള സ്ട്രഗിൾ ഇവർക്ക് അറിയായിരിക്കും, കാരണം സിജുവും ഡയറക്ടേഴ്സും എല്ലാവരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാനൊക്കെ അത് അഭിനയിച്ചു പോയി അല്ല അങ്ങനെ. പിന്നെ അവാർഡ് കിട്ടിയപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഒരു അവാർഡ് വരുന്നത്. എനിക്കിത് അവാർഡിന് അയച്ച കാര്യം ലാസ്റ്റ് മിനിറ്റ് ആണ് ഷിനോസിക്കൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോഴും നമ്മള് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലല്ല ഇരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു, ആ മികച്ച പടം മറ്റത് എല്ലാം വാസന്തി. പിന്നെ വീണ്ടും ആ സമയത്ത് ഭയങ്കര വാസന്തിയെ കുറിച്ച് ചർച്ചയൊക്കെ ഉണ്ടായി. പിന്നെ വീണ്ടും അത് കുറഞ്ഞു, നമുക്കിത് എവിടെയും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഈ അവാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴും നമ്മുടെ പേഴ്സണൽ സന്തോഷം മാത്രമായിട്ടിരിക്കും. അതിപ്പം എന്ത് സിനിമയ്ക്ക് കിട്ടിയാലാണെങ്കിലും ചില സിനിമകൾക്ക് ചില ആർട്ടിസ്റ്റിനൊക്കെ കിട്ടിയാലും അത് നമ്മുടെ ഒരു സന്തോഷം. പക്ഷെ എപ്പോഴും പ്രേക്ഷകർ കണ്ടിട്ട് അവരൊരു അഭിപ്രായം പറയുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. അപ്പൊ അത് വാസന്തിക്ക് കിട്ടാൻ വൈകിപ്പോയത് ഒരു വിഷമാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു ഓണക്കാലത്ത് പ്രേക്ഷകരിലേക്ക് വാസന്തി എത്തുന്നു. അത് സിജു അതിന് ഇത്രയും നാളും അതിന് പുറകെ നടക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണല്ലോ എനിക്കൊക്കെ മനസ്സിലായത്. വാസന്തിനെ പടിയിറക്കി വിടാനായിട്ട് എത്ര നാളായി എന്നറിയാം. ഷിനു സജുവും പറയും, ഇവിടെ മറ്റേ പെര നിറഞ്ഞിരിക്കണ വാസന്തി, ഇതിനൊന്നും എങ്ങോട്ടെങ്കിലും കെട്ടിച്ചുവിടെ ഇറക്കി വിടും പറഞ്ഞിട്ട് അങ്ങനെ പറയും. പക്ഷെ ഇവര് ഗിവ് അപ്പ് ചെയ്യാതെ ഇത്രയും വർഷം അതിന്റെ പുറകെ നടന്ന് അവസാനം നല്ലൊരു പ്ലാറ്റ്ഫോമിൽ അത് എത്തിച്ച്, അത് ആ ഒരു യാത്ര, അത് ഈ സിനിമയോടുള്ള ഇഷ്ടം, അതുകൊണ്ടുള്ള ഒരു വിശ്വാസം കൂടിയൊക്കെയാണ്. അല്ലെ, നമുക്ക് എന്താന്ന് വെച്ചാൽ ഇനിയും ഇത് ഒരുപാട് പ്രേക്ഷകർ കാണാനുണ്ടെന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് അത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തണം. ഇപ്പോഴും ഈ സിനിമ എന്നും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും എനിക്കൊരു അവാർഡ് കിട്ടിയതുകൊണ്ടും എന്താ പറയുക, ഇപ്പോൾ ഹിസ്റ്ററിയാണ്, അതെന്നും നിലനിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ സിനിമ ഏത് കാലത്തും ഇവിടെ ഉണ്ടാവും, അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ശബരിചേട്ടന് ഈ ഒരു സിനിമ സ്പെഷ്യൽ ആവാൻ കാരണം എന്താ? ഒന്ന്, ഇത് നമ്മള് നമ്മളെ സുഹൃത്തുക്കളെ കൂടി ചെയ്യുന്നൊരു പടം എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ അവാർഡുകളൊക്കെ കിട്ടി എന്നുള്ളതാണ് വേറൊരു സ്പെഷ്യാലിറ്റി. പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ള ക്യാരക്ടർ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ചന്തു എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. അയാളൊരു കള്ളനാണ്, ഒരു എസ്തെറ്റിക് കള്ളനാണ്, ഒരു ടേസ്റ്റ് ഉള്ള ഒരു കള്ളനാണ്. അത് അത്ര ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങൾ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കള്ളനാണ്. അതുകൊണ്ടാണ് വാസന്തിയുടെ പുറകെ പോകുന്നത്. അത് പറയാമോ? സ്പോയിലറാണോ? ഇല്ല, ഇനി അങ്ങനെ ഇല്ലല്ലോ. പ്രശ്നമില്ല, ആൾക്കാർ കാണാൻ. അസിസ്റ്റന്റ് ആണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ സിനിമയിലെ ഏറ്റവും റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ ചന്തു മാത്രമേ ഉള്ളൂ. കള്ളനാണെങ്കിലും അല്ല, അമ്മയടക്കം ഇങ്ങനെ ഒരു കുറ്റം പറയുമ്പോഴാണ് പറയുന്ന കുറ്റം എന്താ, ഇവനൊരു എല്ലാം ഒരു കൗതുകം തോന്നും. ആ കൗതുകം തീർന്നു കഴിയുമ്പോ നിന്റെ കാര്യം അത്ര തന്നെ ഉള്ളൂ. സിജു ചേട്ടനടുത്ത് പറയുന്ന ഡയലോഗ് ഉണ്ട്, ഇവനാണെങ്കിൽ ഇങ്ങനെ പുതിയ സാധനങ്ങൾ കിട്ടുമ്പോ അതിനോട് പഴയതിനോടുള്ള ഇത് പോകും. ഞാൻ പക്ഷെ അങ്ങനെയില്ല, ഞാൻ എല്ലാം അപ്പൊ മനസ്സിലായില്ല, പിന്നെയാണ് അതിന്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. സൂക്ഷിച്ചു വെക്കുന്ന പൊന്നു പോലെ സൂക്ഷിച്ചു നോക്കുന്നൊക്കെ പാവം ചന്തു. അപ്പൊ അവിടെ ആ ഒരു സമയത്ത് വാസന്തി ചന്തുവിനെ മുറുക്കി പിടിച്ചാൽ മതിയായിരുന്നു. അപ്പൊ വാസന്തിയും തെറ്റാണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് തെറ്റാണ്. പക്ഷെ ചന്തുവിന് ചിലപ്പോ വാസന്തി അന്ന് മുറുക്കി പിടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വാസന്തി അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ചിലപ്പോ അനുഭവിക്കാൻ പറ്റിയില്ല. അതും ഓക്കെ, ചന്തു മറ്റന്നാൾ മാറ്റി പറഞ്ഞാലോ? അതെ, അല്ല അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ചന്തു
കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ചന്തുവിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു ഇത്. സ്നേഹം കിട്ടാതെ ഒരു അലയുന്ന ഒരു കള്ളനാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നല്ല സ്നേഹം സ്വന്തം കൊടുത്താൽ- അമ്മ വരെ പറഞ്ഞു, അമ്മ വരെ ചന്ദ്രന്റെ അമ്മ വരെ പറഞ്ഞു വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവനാണ്, അന്നിട്ട് വിശ്വസിച്ചിരിക്കണേ. ഓക്കെ, അപ്പം വാസന്തിയുടെ വിശേഷങ്ങളൊക്കെ അപ്പൊ നമ്മളൊരു ഓണം എപ്പിസോഡാണ് ഉദ്ദേശിച്ചത്. അപ്പം അതാണ് ഈ ഡ്രസ്. പൂക്കളൊക്കെ ഉണ്ട്. ഈ നോക്കണ പൂക്കളം നന്നായിട്ടുണ്ട് പൂക്കളം. അപ്പൊ ഇതൊരു പൂക്കളാക്കാൻ വേണമെങ്കിൽ. മോഡേൺ പൂക്കളത്തിന്റെ ഓണം ഡ്രസ്സാണ്. ആണല്ലേ? എനിക്ക് വയ്യ. ഓക്കെ, വിഷുവിനിടാന്ന് എനിക്ക് തോന്നുന്നു. മഞ്ഞ കളറൊക്കെ ഉള്ളുണ്ട് ചെറിയ, അതായിരിക്കും നല്ലത്. ഇതൊക്കെ പൂക്കളം ഇത് ശരിക്കും എപ്പോഴും ഹോളിക്ക് ഇടാം. ഇതോ സത്യം പറയും, വീട്ടിലെ കട്ടൻ തുണി എടുത്ത് അടിച്ചിട്ടുണ്ടല്ലേ? ഇത് ഓണം ഇൻസ്പയർഡ് ഔട്ട്ഫിറ്റ് കൊളാബോ? എനിക്ക് തന്നു. ആണോ? അല്ല, സംഭവം രസമുണ്ട്. നല്ല കോസ്റ്റ്യൂമാണ്, നല്ല മെറ്റീരിയൽ. ഓണത്തിന് പക്ഷെ ഇത് ഓണമായിട്ട് എനിക്ക് അങ്ങ് ജെല്ല് ചെയ്യാൻ പക്ഷെ പറ്റില്ല. ഇവിടെ നിങ്ങൾ മൂന്നുപേരും നോക്കുമ്പോ കുറച്ചും കൂടെ ഓണത്തിന് പക്ഷെ ഞങ്ങൾക്ക് ഓണം പ്രോഗ്രാം ഒന്നും അറിയില്ലായിരുന്നു. പറഞ്ഞില്ല. കാരണം നമ്മുടെ ഇത് ടെലികാസ്റ്റ് ചെയ്തത് എന്തായാലും ഒരു ഓണത്തിന്റെ സമയത്താണല്ലോ. എന്തായാലും കുഴപ്പമില്ല. ആ ചേട്ടന് പിന്നെ ഒരു ഓണക്കൂടി അതെ, ഞാൻ സാരി നല്ല പൂക്കളം. പക്ഷെ സിജിച്ചേട്ടൻ ഒട്ടും വെച്ചില്ല. ഇവൻ ജിമ്മി പോകുന്ന എനിക്ക് ഓണത്തിന് കരിദിനമാണ്. വാസന്തി ഉണ്ട്, ചിപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോ വാസന്തി ഇടുന്നൊരു ആഗ്രഹം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ഓണം വിശേഷങ്ങൾ? ഓണമൊക്കെ ഇങ്ങനെ എത്തി നിൽക്കാണ്. ഓണം വിശേഷം എനിക്ക് ഒരൊറ്റ സിനിമ തന്നെയാണ്. അത് ഓണത്തിനും പ്രൊമോട്ട് ചെയ്യണം, ഓണത്തിനും അത് ഓണം ശ്വാസം. ഓണം മൂട് പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ഭയങ്കര ഹിറ്റായി. അപ്പൊ അത് ഓണമാകുമ്പോ നമ്മളത് ഒന്നും കൂടി, അത് ഓൾറെഡി ഒരു 1 crore വ്യൂസ് ആയി ഓൾറെഡി. പക്ഷെ ഓണം പാട്ടായതുകൊണ്ട് ഓണം ആകുമ്പോ നമ്മൾ ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ സിജുചേട്ടന്റെ ഓണം ഷൂട്ടിലാണ്. ഷൂട്ടിലായിരിക്കും. ഡോസ് എന്ന് പറയുന്ന മൂവി, ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇനി നേരെ ഷൂട്ടിന് പോവാണ്. ഡോസ് എന്ന് പറയുന്ന മൂവി, അത് അഭിലാഷ് എന്ന് പറയുന്ന ഡയറക്ടറാണ്, ആദ്യം ഡെബ്യൂ ഡയറക്ടറാണ്. അത് ത്രില്ലറാണ് പരിപാടി. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഇന്നലെ എത്തിയുള്ളൂ. VKPയുടെ ബാംഗ്ലൂർ ഹൈ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി എത്തിയുള്ളൂ. നീ എനിക്കില്ല ഡെഡിക്കേഷൻ. അതെ, ഞങ്ങളെല്ലാരും ഡെഡിക്കേറ്റഡ് ആക്ടേഴ്സ് ആണ്. എന്താണ് സ്വാസിക ചേച്ചിയുടെ ഓണം വിശേഷങ്ങൾ? എന്റെ ഓണം നാട്ടിലുണ്ടാവില്ല. ഞാൻ US ഒരു ഷോയ്ക്ക് പോകുന്നുണ്ട്, ഡാൻസ് ഷോ. ഓണം അവിടെ ആയിരിക്കും. ഇന്റർനാഷണൽ ആവണം. ചൊവ്വേ പോയാലും അവിടെ ഓണം ഉണ്ടാവും, മലയാളികൾ അവിടെ ചിലപ്പോ ഉണ്ടാവും. പക്ഷെ അവിടെ ഉണ്ടാവുമായിരിക്കും. ഞാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അങ്ങനെ ഓണമില്ല. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഒരു തെലുഗു മൂവി നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ടേക്ക് പോകും. ശ്വാസി ഇപ്പൊ തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാം സത്യം. അപ്പൊ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് ഓണം മെമ്മറി ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഇതാണ് ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞ സ്കൂളായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ പ്രേമത്തിലെ ആ പാട്ട് സീനും തന്നെ ആലോചിക്കും. അതിനകത്ത് വരുന്ന ചൈൽഡ്ഹുഡ് അല്ല, കോളേജ് ടൈമിലൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ നമ്മള് ഡ്രസ് ചെയ്ത് പൂക്കൾ ഇടുക, എല്ലാരും മുണ്ടും സാധനമൊക്കെ ഇട്ട് കോളേജിലേക്ക് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു വൈബ് ഉണ്ടല്ലോ, ആ മൂടാണ്. അതും പൂക്കള മത്സരം, പിന്നെ അവധി, ഓണാവധി, ഇതൊക്കെ തന്നെ ഓണത്തിന് ഒരു ഓണം സിനിമ, ഓണം റിലീസ്. ചെറിയ അന്ന് ആ ടൈമിലൊക്കെ കുറച്ച്, ഇന്നുണ്ടോ മഴ അറിയില്ല, ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്ത് മറ്റേ ഉറിയടി പരിപാടി, അങ്ങനെ കുറെ ഗെയിംസ് കളിക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങളൊക്കെ മൂവാറ്റുപുഴ കുറച്ച് അവിടെ ഒരു ക്ലബ്ബ്, കുറച്ചുകൂടി നാട്ടിൻപുറം ആയതുകൊണ്ട് അവിടെ എപ്പോഴും ഇങ്ങനെ ഓരോ ക്ലബ്ബുകൾ ഉണ്ടാവും. അപ്പൊ അവർക്കാണ് മെയിൻ കസേര കളി, ഉറിയടി, പിന്നെ മറ്റേ വേഷം, മാവേലിയൊക്കെ ഓരോ വീടുകളിൽ ആ ഉത്രാടത്തിന്റെ അന്ന് വരും. സ്കൂളില് ഞങ്ങൾക്ക് ഞാൻ പോയിട്ടില്ല. എന്റെ സ്കൂളിൽ അങ്ങനെ കളർ ഡ്രസ് ഇട്ട് ഓണം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് നാട്ടിൻപുറത്തെ അതാണ് കുറച്ചും കൂടി രസമായിട്ട് ഓർമ്മയിലേക്കാണ്. പിന്നെ നമ്മളിങ്ങനെ മലയുടെ മുകളിൽ പോയിട്ട് പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് ഓരോ വീട്ടിലും, ഞങ്ങള് കുറച്ച് കുട്ടികൾ പോയിട്ട് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഓരോ വീട്ടിലും ഷെയർ കൊടുക്കും. അവർക്ക് അമ്മൂമ്മമാരൊക്കെ ഉള്ളപ്പോ പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ നിനക്കറിയാത്ത കുറെ മൂവാറ്റുപുഴ അവിടെ ഐരാപുരം കല്ലിലമ്പലം കേട്ടിട്ടില്ലേ? കല്ലിലമ്പലം മണിയടിക്കുന്ന ക്ഷേത്രം. എന്റെ വീട് അതിന്റെ ആ ഭാഗത്താണ്. ഓ, നീ എവിടെ പോയാണ് മണിയടിച്ച്? മൂവാറ്റുപുഴ ടൗൺ അല്ല, ആളുകൾ മനസ്സിലാവാൻ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞു. ഏത് റൂട്ടിലത്? എന്റെ കീഴിലും അല്ല, കീഴിലും എനിക്കറിയാം. ഈ മല ഏത് റൂട്ട്? കീഴിലും കനാൽ അവിടെ ഇങ്ങനെ കീഴിലും നിന്റെ വീടിന് തൊട്ടടുത്ത് തന്നെ. ആ കനാല് പെരുമ്പാവൂർ
ഏകദേശം ആ ഒരു ആ, സൈഡാണ് പെരുമ്പാവൂർ അല്ലേ? almost പെരുമ്പാവൂർ മൂവാറ്റുപുഴയുടെ ഇടയിലാണ് കീഴിലം കീഴിലം. വരിക. കീഴിലം. ഈ കീഴിലത്തിന്റെ വേറൊരു ഭാഗത്തേക്കൂടെ പോകുമ്പോഴാണ് കല്ലിലമ്പലം എന്ന് പറഞ്ഞ ഗുഹാക്ഷേത്രം, ഫേമസ് ഗുഹാക്ഷേത്രം. അതിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ് ഈ മല. മല. മലയല്ല കുന്നാണ്. അങ്ങനെ കുന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെ പോയിട്ട് ഇവര് കൊടുക്കുമ്പോ ഇവര് എന്താ ₹1 50 പൈസയൊക്കെ ഈ വീട്ടിലുള്ളവർ തരും. അപ്പൊ അതുകൊണ്ട് നമ്മള് കുട്ടികള് പുളിമിഠായി, തേൻമിഠായി ഒക്കെ മേടിച്ച് അങ്ങനെ വെക്കേഷൻ അടിച്ചു പൊളിക്കും.